കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 10-ാം ദിനം നടന്ന സംഭവമാണ്. നഷ്ടത്തിലോടുന്ന ഒരു കമ്പനി ഓരോരുത്തരെയായി പറഞ്ഞുവിട്ട് ഇനി പൂട്ടാതെ തരമില്ല. ജീവനക്കാരുടെ അലസതയും അഴിമതിയുമാണ് അതിന് പിന്നിലെന്ന് കമ്പനി ഉടമയ്ക്കറിയാം. ആ വിവരം തെല്ല് പരിഹാസത്തോടെ അവരെ അറിയിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഓരോരുത്തർക്കും വ്യക്തിപരമായി എഴുതിയ കത്തിൽ അവരുടെ ആത്മാർത്ഥതയെയും സത്യസന്ധതയെയും പുകഴ്ത്തി. ഒടുവിൽ ഈ സ്ഥാപനം ഇത്ര നന്നായി മുമ്പോട്ട് പോകുന്നതിന് അവർ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഓരോരുത്തരും ആ കത്ത് വായിച്ചു വീണ്ടും വീണ്ടും. ആ വാക്കുകൾ അവരുടെ ഉള്ളിലിരുന്ന് ജീവൻ വെച്ചു. കുറച്ചുകൂടി ആത്മാർത്ഥമായി ജോലി ചെയ്യേണ്ടതുണ്ട് എന്ന തോന്നൽ ഓരോരുത്തർക്കുമുണ്ടായി. മാസങ്ങൾക്കുള്ളിൽ ഉടമയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ലാഭത്തിലേക്ക് ആ കമ്പനി വളർന്നു. പരിഹസിക്കാൻ വേണ്ടി നടത്തിയ അഭിനന്ദനത്തിന് പോലും ഇത്രമേൽ സ്വാധീനമുണ്ടെങ്കിൽ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും കാത്തുവച്ചിരിക്കുന്നത്. വീട്ടിലായാലും പള്ളിയിലായാലും സ്കൂളിലായാലും ഓഫീസിലായാലും സമൂഹത്തിലായാലും കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടോ? കൂടെയുള്ളവരുടെ നന്മകളെ കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയുമാണ് അതിനുള്ള എളുപ്പവഴി. കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കൊതിക്കുന്ന മനസ്സാണ് എല്ലാവരുടേതും. ദൈവം പോലും അത് ആഗ്രഹിക്കുന്നു. മറ്റൊരാൾ അത് പറയാനില്ലാത്തതുകൊണ്ട് ആ വാക്കുകൾ തന്നോട് തന്നെ ദൈവത്തിന് ആശംസിക്കേണ്ടി വരുന്നു. ഉൽപ്പത്തിയിൽ ഓരോ സൃഷ്ടിപ്പിനു ശേഷവും അത് നല്ലതെന്ന് ദൈവം തന്നെ വിലയിരുത്തുകയാണ്. അഭിനന്ദനം അതൊരാളെ നനയ്ക്കുകയും കുതിർക്കുകയും ചെയ്യുന്ന മഴ പോലെയാണ്. ഓരോരുത്തരുടെയും ഉള്ളിലെ സാധ്യതകളെ പുറത്തു കൊണ്ടുവരുവാൻ ആ വാക്കിനുള്ള ശക്തി അപാരമാണ്. അഭിനന്ദനത്തിന്റെ കാര്യത്തിൽ ക്രിസ്തു എല്ലാവരേക്കാളും മുന്നിൽ തന്നെയാണ്. മനുഷ്യരുടെ നന്മകൾ എവിടെ കണ്ടാലും അതപ്പോൾ തന്നെ വിളിച്ചു പറയുവാൻ ക്രിസ്തു ഇഷ്ടപ്പെട്ടിരുന്നു. നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറയുന്ന ശതാധിപന്റെ വിശ്വാസത്തെ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം താൻ കണ്ടിട്ടില്ല എന്ന് യേശു ക്രിസ്തു വിശേഷിപ്പിച്ചു. തന്നെക്കാൾ വലിയവനാണ് സ്നാപക യോഹന്നാൻ എന്ന് വിളിച്ചു പറയുന്നതും ഈ മനോഭാവത്തിൽ നിന്നാണ്. മറ്റുള്ളവരെ അംഗീകരിക്കുന്നത് വഴി നമുക്കൊരു കുറവും വരുന്നില്ലെന്ന് മാത്രമല്ല, കുറച്ചധികം നേട്ടവും ഉണ്ടാകുന്നുണ്ട്. 100-ൽ 100 മതി അഭിനന്ദനങ്ങളെന്ന് കരുതുന്ന ഒരാൾക്ക് ഒരിക്കലും ആരെയും അഭിനന്ദിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഒരാളുടെ ഉള്ളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഉദ്ദീപനമാണ് അഭിനന്ദനം. അമ്മയുടെ സ്നേഹം, അപ്പന്റെ കരുതൽ, ഇതിനൊക്കെ പകരം വയ്ക്കാൻ എന്തുണ്ട്? സമയാസമയങ്ങളിൽ മേശപ്പുറത്തെത്തുന്ന വിഭവങ്ങളെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? എത്ര സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി പാകപ്പെടുത്തുന്നതാണ് അവയെന്ന് ചിന്തിക്കാറുണ്ടോ? അതിലിത്ര കാര്യം എന്തിരിക്കുന്നു? ഇതൊക്കെ അവരുടെ കടമയല്ലേ എന്നാവും നമ്മുടെ മനോഭാവം. ഓരോരുത്തരും അപരന്റെ നന്മകളെ ഏറ്റുപറയുന്ന ഒരു ലോകം. അവിടെ മനുഷ്യർ തങ്ങളുടെ മുഴുവൻ അഴകോടെയും ജീവിക്കും. അങ്ങനെയൊരു ലോകത്തെ പ്രവാചകൻ സ്വപ്നം കാണുന്നുണ്ട്. ഓരോരുത്തരും അയൽക്കാരെ സഹായിക്കുന്നു, ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു. വിളക്കിയത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ശില്പി സ്വർണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടത്തിലടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു. യെശയ്യാവ് 41:6-7. ആ നല്ല ദിനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അത് എന്നിൽ നിന്ന് ആരംഭിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനായി നമ്മുടെ മനസ്സുകളെ ഒരുക്കുന്ന ദിനങ്ങളായി ഈ നോമ്പുകാലം മാറട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.